കഥ തുടരുന്നു. അയാൾ തലയുയർത്തി. ഹാഫ് ഡോർ ഇരുവശത്തേക്കും പിടിച്ചകത്തി കൊടുങ്കാറ്റ് പോലെ ഒരാൾ അകത്തേക്ക് വന്നു. ജലസേചന മന്ത്രി ചെട്ടിക്കുളങ്ങര സദാശിവൻ. അയാൾക്കു പിന്നിൽ ഡോർപാളികൾ ശക്തിയിൽ വന്ന് കൂട്ടിയിടിച്ചു. എന്താടോ, താൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരോടും തൻ്റെ കാടത്തം കാണിച്ചു തുടങ്ങിയോ? ഉസ്മാൻ കാലുകൾ പിൻവലിച്ചെഴുന്നേറ്റു. ആ തക്കത്തിന് പരശുറാം മന്ത്രിക്ക് പിന്നിലേക്ക് ഓടിമാറി കർച്ചീഫ് എടുത്ത് ചുണ്ടിലെ ചോരയൊപ്പി. എടോ, ചോദിച്ചത് കേട്ടില്ലേ? മന്ത്രി ചീറി. കേട്ടു സാർ. പോലീസ് ഗുണ്ടകളെക്കാളും തരം താണു കഴിഞ്ഞാൽ അവരോട് കാടത്തം കാണിക്കാതെ പറ്റുമോ? പിന്നെ ഇനി ഞാൻ കാടത്തം കാണിക്കുന്നത് ഒരു മന്ത്രിയോടാവാൻ സാർ ഇടയാക്കരുത്. ആ വാക്കുകളുടെ അർത്ഥം തിരിച്ചറിയാഞ്ഞ മന്ത്രി ഒന്ന് ഞെട്ടി. ഉസ്മാന്റെ ശബ്ദം ബുള്ളറ്റുകളായി ചീറി. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ സാർ മാറിക്കോ. പറഞ്ഞതും ഉസ്മാൻ വീണ്ടും പരശുറാമിനെ നേരെ കുതിച്ചു. മന്ത്രിക്ക് തടയാനായില്ല. അതിനു മുമ്പ് തന്നെ ഉസ്മാൻ അൻസാരി പരശുറാമിനെ വീണ്ടും കടന്നു പിടിച്ചു കഴിഞ്ഞിരുന്നു. മന്ത്രി കൂടി തനിക്ക് സഹായത്തിനെത്തിയത് പരശുറാമിന് ഊർജം പകർന്നു. വിടടോ, കുതിരിക്കൊണ്ട് അയാൾ ഉസ്മാന്റെ കൈ തട്ടിമാറ്റി. ചോദിക്കേണ്ടവർ എന്നോട് ചോദിച്ചോളും, അപ്പോൾ ഞാൻ മറുപടി നൽകിക്കോളാം. ഉസ്മാന്റെ കണ്ണുകളിൽ വൈരപ്പൊടി വീണു ചിതറി. അയാൾ കൈ ചുരുട്ടി ഒറ്റയിടി. പരശുറാമിന്റെ നെഞ്ചിന് മധ്യത്തിലാണ് അത് കൊണ്ടത്. അയാൾ പിന്നോട്ട് വെച്ച് ഹാഫ് ഡോറിൽ ചെന്നിടിച്ചു. അത് പുറത്തേക്ക് തുറന്ന് അയാൾ മലർന്നു വീഴാൻ പോയപ്പോൾ പുറത്തു നിന്ന പോലീസുകാർ താങ്ങി. എടോ, പോലീസുകാരെ കുതറിത്തെറിപ്പിച്ചിട്ട് അയാൾ ഉസ്മാന് നേരെ അലറി. പ്രത്യാക്രമണത്തിനുള്ള ഒരുക്കത്തിലായിരുന്നു അത്. പിടിച്ചു നിർത്താവനെ, പെട്ടെന്ന് സദാശിവൻ പോലീസുകാർക്ക് നിർദ്ദേശം നൽകി. അവർ അയാളെ വട്ടം പിടിച്ചു. ഉസ്മാന് മുന്നിൽ മന്ത്രി ഒരു പ്രതിബദ്ധമായി നിന്നു. ഇനി തനിക്ക് അവനെ തല്ലണോ? എങ്കിൽ താൻ നേരത്തെ പറഞ്ഞ പോലെ എന്നോട് കാടത്തം കാണിക്കണം. പൊടുന്നനെ ഹെഡ് കോൺസ്റ്റബിൾമാരായ ചന്ദ്രശേഖരനും ലെനിനും മുറിയിലേക്കും ഓടിയെത്തി. ഉസ്മാനെ പിന്തിരിപ്പിക്കാൻ അവർ ശ്രമിച്ചു. എന്താ സാർ ഇത്? പുറത്ത് ആരെങ്കിലും അറിഞ്ഞാൽ? അറിയണം, അല്ലെങ്കിൽ ഞാൻ അറിയിക്കും. കാക്കിയുടെ വില കളയുന്ന ഈ നിൽക്കുന്നവൻ മാത്രമല്ല, ഇവനൊക്കെ ഒത്താശ ചെയ്ത് കൊടുക്കുന്നവന്മാരെല്ലാം അനുഭവിക്കാൻ പോകുന്നതേയുള്ളൂ. ഇന്ന് സന്ധ്യയ്ക്ക് മുമ്പ് ദേവനായകത്തിന്റെ മരണം തെളിയിക്കാനായില്ലെങ്കിൽ എൻ്റെ തലയിൽ തൊപ്പി ഞാൻ വലിച്ചെറിയും. അത് കേട്ടപ്പോൾ മന്ത്രിയുടെ മുഖത്തൊരു നടുക്കം മിന്നി. ഉസ്മാന് കലി അടങ്ങിയില്ല. അയാൾ ഫോൺ എടുത്ത് ബ്രിട്ടാസിനെ വിളിച്ചു. ബ്രിട്ടാസ്, അവിടെയുള്ള മീഡിയക്കാർ പോയോ? ഇല്ല സാർ. എങ്കിൽ അവരെ CIയുടെ ഓഫീസിലേക്ക് വിട്. സാർ. മന്ത്രിക്ക് അപകടത്തിന്റെ ചൂരടിച്ചു. അയാൾ പെട്ടെന്ന് പുറത്തേക്ക് പോകാൻ ഭാവിച്ചു. പക്ഷേ ഉസ്മാൻ ഒറ്റക്കുതിപ്പിന് വാതിൽക്കിലെത്തി. അയാൾ മന്ത്രിയെ തടഞ്ഞു. പത്രക്കാർ വന്നിട്ട് പോയാൽ മതി സാർ. എന്തായാലും തൊപ്പി വലിച്ചെറിയാൻ പോവുകയാണ് ഞാൻ. അതിനു മുമ്പ് നടത്താൻ ഉദ്ദേശിക്കുന്ന കളിയെ കൂടി സാർ ഒന്ന് കണ്ടോ? സദാശിവൻ പരശുറാമിനെ നോക്കി. അയാളും ആകെ പരിഭ്രമിച്ചിരുന്നു. ഉസ്മാൻ, നീ ആവശ്യമില്ലാത്ത പണിക്ക് പോകരുത്. ഞാൻ ഈ സംസ്ഥാനത്തെ മന്ത്രിയാ. സദാശിവൻ ഭീഷണിപ്പെടുത്തി. എന്ത് മന്ത്രി സാർ? ജനങ്ങൾ തെരഞ്ഞെടുത്തില്ലായിരുന്നെങ്കിൽ നിങ്ങളിങ്ങനെ പോക്കറ്റിന് നീളമുള്ള കുപ്പായവുമായി നടക്കുമായിരുന്നോ? ജനങ്ങളുടെ കുടിവെള്ളക്ഷാമം കുറ്റമറ്റ രീതിയിൽ പരിഹരിക്കാൻ ഈ ജലസേചന മന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഭരണഘടനയെക്കുറിച്ച് ആരും വലിയവനും ചെറിയവനുമൊന്നുമല്ലല്ലോ. എല്ലാവരും സമന്മാരല്ലേ? അധികാര കസേരയിൽ കയറി ജനനേതാക്കളെന്ന് അഹങ്കരിക്കുന്നവർ പഴയ ചില നാട്ടുരാജാക്കന്മാരെക്കാൾ സുഖലോലുപര. ജനങ്ങൾ അന്നത്തേക്കാൾ അടിമകളും. മന്ത്രി ശരിക്കും പതറിപ്പോയി. മരണക്കളി തന്നെയാണ് ഉസ്മാന്റെ ലക്ഷ്യമെന്ന് അയാൾ ഉറപ്പിച്ചു കഴിഞ്ഞു. ഉസ്മാന്റെ വാക്കുകൾ പിന്നെയും തീക്കാറ്റായി വന്നു. മന്ത്രി എന്നുള്ള പരിഗണന നിങ്ങൾക്ക് ഞാൻ തന്നേനെ. പക്ഷേ അതർഹിക്കുന്ന അഹങ്കാരമല്ല നിങ്ങളിവിടെ കാട്ടിയത്. പോലീസിന്റെ കാര്യം നോക്കാൻ ഇവിടെ ഒരു പോലീസ് മന്ത്രിയുണ്ട്, DGP ഉണ്ട്. അവരാരെങ്കിലും എന്നോട് പറയട്ടെ, ഞാൻ മീഡിയക്കാരെ കാണണ്ടെന്ന്. അപ്പോൾ ഞാൻ അനുസരിച്ചോളാം. ഹോം മിനിസ്റ്റർ യൂസഫ് തിരൂരങ്ങാടിയാണ് നിന്നെ ഇങ്ങനെ കയറൂരി വിട്ടിരിക്കുന്നത് എനിക്കറിയാം. സദാശിവൻ കൈകൾ കൂട്ടിത്തിരുമ്മി. പെട്ടെന്ന് ഉസ്മാന്റെ ഫോൺ ശബ്ദിച്ചു. അത് അറ്റൻഡ് ചെയ്ത അയാളുടെ മുഖം വികസിച്ചു. കിട്ടിയോ? കൊണ്ടുവാ. അയാൾ ഫോൺ പോക്കറ്റിലിട്ടു. അപ്പോഴേക്കും ബ്രിട്ടാസിന്റെ ഒപ്പം മീഡിയ പ്രവർത്തകർ വന്നു. വരൂ. ഉസ്മാൻ വാതിൽക്കൽ നിന്ന് മാറി. അകത്തേക്ക് മന്ത്രിയെ കൂടി കണ്ടപ്പോൾ മീഡിയക്കാരുടെ മുഖത്ത് സംശയം മിന്നി. എന്നാൽ അവർ അകത്തേക്ക് കടന്നതോ മന്ത്രി പുറത്തേക്കിറങ്ങി. അയാളും പരശുറാമും പെട്ടെന്ന് അവിടെ നിന്ന് പോയി. ഉസ്മാൻ അത് കണ്ടെങ്കിലും തടഞ്ഞില്ല. പുറത്തുനിന്ന പോലീസുകാരെ കൊണ്ട് കുറച്ച് കസേരകൾ കൂടി അകത്തെത്തിച്ച് അവയിൽ മാധ്യമപ്രവർത്തകരെ ഇരുത്തി. CIയുടെ ചെയറിൽ ഉസ്മാൻ അൻസാരിയും ഇരുന്നു. അയാൾക്ക് മുന്നിലെ ടേബിളിൽ മൈക്രോഫോണുകൾ നിരന്നു. ക്യാമറകൾ പ്രവർത്തിച്ചു തുടങ്ങി. സാർ, ഞങ്ങളെ വിളിപ്പിച്ചത്? പാർട്ടി ചാനലുകാരനാണ് തിരക്കിയത്. ചില സത്യങ്ങൾ പറയാൻ. ഉസ്മാൻ മുന്നോട്ടാഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് ദേവനായകം ആത്മഹത്യ ചെയ്തതല്ല, അത് കൊലപാതകമാണ്. മീഡിയക്കാർ പരസ്പരം നോക്കി. സാർ, ആരാണത് ചെയ്തത്? അതിനുള്ള കൃത്യമായ ഉത്തരത്തിന് കുറച്ചുകൂടി കാക്കേണ്ടി വരും. ഏതായാലും ആദ്യം നിങ്ങളിതൊന്ന് കേട്ടുനോക്ക്. അയാൾ തൻ്റെ ഫോണിൽ ടൈപ്പ് ചെയ്തിരുന്ന പരശുറാമിൻ്റെയും ദേവനായകത്തിൻ്റെയും സംഭാഷണങ്ങൾ കേൾപ്പിച്ചു. മീഡിയക്കാർ അത്ഭുതപ്പെട്ടു. അപ്പോൾ കൊന്നത് CI പരശുറാമാണോ? അതുറപ്പിക്കാൻ നേരമായിട്ടില്ല. പക്ഷേ അയാൾക്കതിൽ മനസ്സറിവുണ്ട്. ജലസേചന മന്ത്രിക്കും പങ്കുണ്ടാവുമോ സാർ?
പരശുറാമിനെ അറസ്റ്റ് ചെയ്യുമോ സാർ? മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് പല ചോദ്യങ്ങളുണ്ടായി. അതൊക്കെ ഈ രാത്രിക്ക് മുമ്പറിയാം. അല്പനേരം കൂടി കഴിഞ്ഞപ്പോൾ ആ മീറ്റിംഗ് അവസാനിച്ചു. 10 മിനിറ്റിനുള്ളിൽ TV ചാനലുകളിൽ ഫ്ലാഷ് ന്യൂസുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. മീഡിയ പരശുറാമിനൊപ്പം ജലസേചന മന്ത്രിയെ കൂടി സംശയത്തിന്റെ നിഴലിൽ നിർത്തി. അവസരം കാത്തിരുന്ന പ്രതിപക്ഷം അണിയറയിൽ ചില നീക്കങ്ങൾക്ക് കോപ്പ് കൂട്ടിത്തുടങ്ങി. ഫ്ലാഷ് ന്യൂസ് കണ്ട് ആഭ്യന്തരമന്ത്രി യൂസഫ് തിരുരങ്ങാടി ഉസ്മാനെ വിളിച്ചു. എന്തൊക്കെയാടോ താൻ മീഡിയക്കാർക്ക് മുന്നിൽ തുറന്നടിച്ചത്? ഒക്കെ സത്യമാണ് സാർ, ഉസ്മാൻ ഭവ്യതയോടെ അറിയിച്ചു. അതൊക്കെ എനിക്കും അറിയാം. ഇക്കണക്കിന് പോയാൽ മന്ത്രിസഭയുടെ ആയുസ് തീർന്നു. തനിക്കറിയാമല്ലോ 2 MLA-മാരുടെ ഭൂരിപക്ഷം കിട്ടാൻ ഞങ്ങൾ എന്തൊക്കെ കളികളാണ് നടത്തിയതെന്ന്. അറിയാം സാർ, ഉസ്മാൻ പരുങ്ങി. ഞാൻ പ്രവർത്തിച്ചത് അവിവേകമായി പോയോ സാർ? ഒട്ടുമില്ലടോ. ഇടയ്ക്കൊക്കെ ഇങ്ങനൊരു ശുദ്ധികലശം ഉണ്ടായില്ലെങ്കിൽ ഈ നാട് എങ്ങോട്ട് പോകും? സദാശിവനിപ്പോൾ എന്നെ വിളിച്ചിട്ട് ഫോൺ കട്ട് ചെയ്തതേയുള്ളൂ. തന്നെ ഉടൻ സസ്പെൻഡ് ചെയ്യണമെന്നും അന്വേഷണം SP-ക്ക് കൈമാറണമെന്നുമാ പറഞ്ഞത്. ഉസ്മാന്റെ പുരികം ചുളിഞ്ഞു. എന്നിട്ട് സാർ എന്ത് പറഞ്ഞു? എന്ത് പറയാൻ? താൻ ഇന്ന് തൊപ്പിയൂരി വയ്ക്കുമെന്ന് കേട്ടല്ലോ. നേരാണ് സാർ. എങ്കിൽ അതുണ്ടാവാതിരിക്കാൻ കേസ് തെളിയിക്കാൻ നോക്ക്. താങ്ക് യു സാർ. ഉസ്മാന് ഉത്സാഹമായി. ബട്ട് വൺ തിങ് സാർ, തനിക്ക് പരശുറാമിനെ കയ്യിൽ കിട്ടണം അല്ലേ? അതെ സാർ. അപ്പുറത്തൊരു നിമിഷത്തെ മൗനം. പിന്നെ മന്ത്രിയുടെ ശബ്ദം കേട്ടു. താൻ നേരെ SP ഓഫീസിലേക്ക് ചെല്ല്. ഉസ്മാൻ പിടഞ്ഞുണർന്നു. താങ്ക് യു സാർ. പിന്നെ എന്തിനു മുമ്പ് എന്നെ ഒന്ന് വിളിക്കണം ഇനിയെങ്കിലും. ഷുവർ സാർ. അയാൾ കാൽ കട്ട് ചെയ്ത് തിരിഞ്ഞപ്പോൾ മധ്യവയസ്കനായ ഒരാളുമായി ASI അബുസലീം എത്തി. സാർ. അബുസലീം ഉസ്മാന് മുന്നിൽ അറ്റൻഷനായി. അമർത്തി മൂളിക്കൊണ്ട് ഉസ്മാൻ മധ്യവയസ്കനെ അടിമുടി നോക്കി. മുഷിഞ്ഞ ലുങ്കിയും ഷർട്ടുമാണ് വേഷം. പാരിപ്പറന്ന തലമുടി, ചുവന്ന ഉറക്കം തളം കെട്ടിയതുപോലെയുള്ള കണ്ണുകൾ. മദ്യത്തിന്റെ ഗന്ധം അയാളിൽ നിന്ന് ഉയരുന്നുണ്ടായിരുന്നു. നീ രാവിലെ തന്നെ മദ്യപിച്ചിട്ടുണ്ട് അല്ലേടാ? ഉസ്മാൻ ശബ്ദമുയർത്തി. രാവിലെ കുടിച്ചില്ല സാർ, അയാൾ പേടിയോടെ പറഞ്ഞു. ഇന്നലെ രാത്രിയിലത്തേതാ. അങ്ങോട്ട് നീങ്ങി നിൽക്കടാ. അയാൾ ഒരു മൂലയിലേക്ക് മാറി നിന്നു. നിന്റെ പേരെന്താ? സതീശൻ. എന്താ പണി? പണിയൊന്നുമില്ല സാർ ഇപ്പോൾ. അയാൾ പരിങ്ങി. അപ്പോൾ അബുസലീം അറിയിച്ചു. ഇവൻ ഇവിടുത്തെ ഓട്ടോ ഡ്രൈവറായിരുന്നു സാർ. ഈ മദ്യപാനം തന്നെയാ ഇവനെ കൊണ്ട് ഓട്ടോ വിൽപ്പിച്ചത്. ഇപ്പോൾ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ട. സ്റ്റാൻഡിലും പരിസരത്തുമൊക്കെയായ ജീവിതം. പിന്നെ ലോട്ടറി കച്ചവടവുമുണ്ട്. ഉസ്മാൻ കസാരയിൽ നിന്ന് എഴുന്നേറ്റ് മേശയുടെ മൂലയിൽ കയറിയിരുന്നു. കഴിഞ്ഞ രാത്രിയിൽ നീ എവിടേക്ക് കിടന്നാ ഉറങ്ങിയത്? ബസ് സ്റ്റാൻഡിലെ വെയിറ്റിംഗ് ഷെഡിൽ. അയാൾ തലകുനിച്ചു. അതിനിടയ്ക്ക് നീ എന്തൊക്കെയാ കണ്ടത്? സതീശൻ അബുസലീമിനെ പേടിയോടെ നോക്കി. കണ്ടതെല്ലാം സത്യസന്ധമായി പറഞ്ഞാൽ നിനക്ക് ഭയക്കേണ്ടി വരില്ല. മറിച്ച് കള്ളം പറയാൻ ശ്രമിച്ചാൽ. അബുസലീം കണ്ണുരുട്ടി. ഇല്ല സാർ. അയാൾ അല്പനേരം മിണ്ടാതെ നിന്നു. ആ മനസ്സിൽ കഴിഞ്ഞ രാത്രിയുടെ ഓർമ്മ നിഴൽ ചിത്രങ്ങളായി തെളിയുകയായിരുന്നു. വാഹനങ്ങൾ ബ്രേക്കിടുന്ന ഒച്ചകേട്ടാണ് സതീശൻ കണ്ണു തുറന്നത്. വല വീണതുപോലെ പ്രകാശം കുമളി ബസ് സ്റ്റാൻഡിൽ വട്ടം തിരിയുന്നത് കണ്ടു. അയാൾ കൈനീട്ടി തലയ്ക്കരികിലിരുന്ന OPR റമ്മിന്റെ പ്ലാസ്റ്റിക് ബോട്ടിലെടുത്തു. അതിലൊരു തുള്ളി പോലും അവശേഷിച്ചിരുന്നില്ല. അയാൾ അത് വലിച്ചൊരു ഏറ് കൊടുത്തു. പിന്നെ സിമന്റ് ബെഞ്ചിൽ കൈക്കുത്തി എഴുന്നേറ്റിരുന്നു. ബസ് സ്റ്റാൻഡിലെ ചെറിയ മരത്തിന് ചൂട്ടിൽ 2 വാഹനങ്ങൾ നിൽക്കുന്നതും അവയുടെ ഹെഡ്ലൈറ്റുകൾ കണ്ണടയുന്നത് പോലെ അണയുന്നതും കണ്ടു. സതീശന് ഉത്സാഹമായി. രാത്രികാലങ്ങളിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. തൊട്ടപ്പുറത്ത് ചെക്ക് പോസ്റ്റിലുള്ളതിനാലും മറ്റുള്ളവർ കാണാതെ ഒന്ന് മദ്യപിക്കാനും പലരും സ്റ്റാൻഡിലെത്താറുണ്ട്. അവർക്കരികിലേക്ക് ചെന്നാൽ ഒരു പെഗ് കിട്ടിയെന്ന് വരും. വേച്ചു പോകുന്ന കാലുകളോടെ സതീശൻ വെയിറ്റിംഗ് ഷെഡിന് പുറത്തേക്കിറങ്ങി. എന്നാൽ കുറച്ച് മുന്നോട്ട് ചെന്നതും പെട്ടെന്ന് നിന്നു. 2 ജീപ്പുകൾ. ജീപ്പുകളിൽ ഒന്ന് കിടക്കുന്നത് മരച്ചൂട്ടിലാണ്. റോഡിലൂടെ ചെക്ക് പോസ്റ്റ് ഭാഗത്തേക്ക് പോയ ഒരു വാഹനത്തിന്റെ വെളിച്ചം ജീപ്പിൽ തൊട്ടുഴിഞ്ഞു. ആ വെളിച്ചത്തിൽ മിന്നൽ പോലെ ജീപ്പിന് മുന്നിലെ പേരും മുകളിലെ ബീക്കൺ ലൈറ്റും സതീശന്റെ കണ്ണിലൊടുക്കി. പോലീസ്. അതോടെ സതീശന്റെ ഉത്സാഹം കെട്ടു. ഈ രാത്രിയിൽ പോലീസിന് എന്ത് പണി? അയാൾ പിന്നോട്ട് മാറി നിന്നു. പാഞ്ഞുപോയ വണ്ടി അപ്പുറത്തെ ചെക്ക് പോസ്റ്റിന് മുന്നിലെ താഴ്ത്തിക്കെട്ടിയ ക്രോസ് ബാറിന് മുന്നിൽ നിന്നു. മറ്റൊരു വണ്ടി കൂടി പോയി. അതിന്റെ വെളിച്ചത്തിൽ ജീപ്പിൽ നിന്നിറങ്ങുന്ന പോലീസ് ഉദ്യോഗസ്ഥനെയും സതീശൻ ഒരു മാത്ര കണ്ടു. CI പരശുറാം. ഈ നേരത്ത് താൻ സ്റ്റാൻഡിൽ നിൽക്കുന്നത് കണ്ടാൽ കാലമാടൻ കാരണമൊന്നുമില്ലാതെ തന്നെ പൊക്കിക്കൊണ്ടുപോയി അകത്തിടും. നേരത്തെ അങ്ങനെയുണ്ടായിട്ടുണ്ട്. സതീശൻ പിന്നോട്ട് മാറി. എന്നാൽ ഇരുട്ടിൽ പോലീസ് അവിടെ എന്ത് ചെയ്യുകയാണെന്ന് അറിയാനുള്ള ജിജ്ഞാസ അയാൾക്കുണ്ടായി. അപ്പോൾ ചില നിഴൽ രൂപങ്ങൾ കൂടി അവിടെ ചലിക്കുന്നത് കണ്ടു. അവരിൽ ഒരാൾ ജീപ്പിന്റെ ബോണറ്റിൽ കയറി നിന്ന് കമ്പിൽ എന്തോ കെട്ടുന്നു. സതീശൻ അടഞ്ഞുപോകുന്ന കണ്ണുകൾ ചിമ്മിത്തുറന്നു. അവർ മരക്കൊമ്പിൽ എന്തോ കെട്ടിത്തൂക്കുകയാണ്. സതീശന് അപകടം മണത്തു. അയാൾ വെയിറ്റിംഗ് ഷെഡിന് പിന്നിലേക്ക് മാറി. ഇത്തിരി കഴിഞ്ഞ് ഒരു വാഹനം മാത്രം മടങ്ങിപ്പോയി. ചുറ്റും ശ്രദ്ധിച്ചുകൊണ്ട് സതീശൻ അവിടേക്ക് ചെന്നു. അവിടെ കിടന്നിരുന്ന ജീപ്പിൽ ആരുമില്ല.
സീറ്റിൽ നിന്ന് ഒരു കവർ സിഗരറ്റ് കിട്ടി. അതെടുത്ത് പിന്നെ മരത്തിലേക്ക് നോക്കി. അവിടെ തൂങ്ങിക്കിടന്ന ഒരു മനുഷ്യരൂപം. സതീശന്റെ തൊണ്ടയിൽ ഒരലർച്ച കുരുങ്ങി വീണു. അതാരെന്ന് പോലും ശ്രദ്ധിക്കാതെ ഒറ്റ ഓട്ടമായിരുന്നു. ഡിവൈഎസ്പി ഉസ്മാൻ അൻസാരിയും ASI അബു സലീമും എല്ലാം ശ്രദ്ധയോടെ കേട്ടു. ആ കണ്ടത് പരശുറാമിനെ തന്നെയാണെന്ന് നിനക്കുറപ്പുണ്ടോ? ഉസ്മാൻ അയാളുടെ മുഖത്തേക്ക് നോട്ടം തുളച്ചു നിർത്തി. ഉണ്ട് സാർ. എങ്ങനെ? ഞാൻ എന്നും കാണുന്നതല്ലേ സാറിനെ? ഉസ്മാൻ തലയാട്ടി. സ്ഥിരം കാണുന്ന ഒരാളുടെ നിഴൽ കണ്ടാൽ പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഒരു പക്ഷേ നിനക്ക് മദ്യലഹരിയിൽ അങ്ങനെ തോന്നിയതാണെങ്കിലോ? അബു സലീം സംശയം പ്രകടിപ്പിച്ചു. ഒരിക്കലുമല്ല സാർ. എത്ര കുടിച്ചാലും എനിക്ക് ഓർമ്മയും കാഴ്ചയും കുറയില്ല സാർ. അയാളുടെ ശബ്ദത്തിൽ അഭിമാനം തുളുമ്പി. ഓക്കെ. ഉസ്മാൻ അബു സലീമിൻ്റെ നേരെ തിരിഞ്ഞു. എങ്ങനെ ഇവനെ കിട്ടി? രാത്രിയിൽ ഈ പരിസരത്ത് കാണാറുള്ളവരെ ഒന്ന് തപ്പിയതാ സാർ. ഗുഡ്. അയാൾ സതീശനെ നോക്കി. ഈ സാറിൻ്റെ കൂടെ പോകണം. നീ കുളിക്കണം. നിനക്ക് വേറെ വസ്ത്രങ്ങൾ തരും. പക്ഷേ പരശുറാം സാർ ഇതറിഞ്ഞാൽ എന്നെ കൊന്നുകളയും സാർ. അയാളുടെ മുഖത്ത് ഭീതി പരന്നു. അങ്ങനെ ആർക്കും ആരെയും കൊല്ലാനൊന്നും പറ്റത്തില്ല സതീശ. പിന്നെ അയാൾക്കതിനുള്ള അവസരം ഇനി ഉണ്ടായെന്നും വരില്ല. DYSP പറഞ്ഞതിൻ്റെ പൊരുൾ സതീശന് മനസ്സിലായില്ല. അയാൾ അബു സലീമിനൊപ്പം പോയി. നേരം ഉച്ച. ഉസ്മാൻ അൻസാരിയുടെ ഇന്നോവ കാർ പയനാവിലുള്ള SP ഓഫീസിന് മുന്നിൽ ബ്രേക്കിട്ടു. സെൻട്രി അയാൾക്ക് മുന്നിൽ അറ്റൻഷനായി. ക്യാബിനിലുണ്ടായിരുന്ന തമ്പുരാൻ IPS ലാപ്ടോപ്പിൽ എന്തോ തിരയുകയായിരുന്നു. മേ ഐ കമിൻ സാർ? ഉസ്മാൻ അനുവാദം ചോദിച്ചു. യെസ്. ലാപ്ടോപ്പ് അടച്ചു വെച്ചിട്ട് അയാൾ നിവർന്നിരുന്നു. ഉസ്മാൻ അകത്തേക്ക് വന്ന് സല്യൂട്ട് ചെയ്തു. സാർ, ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണം താൻ കാരണം താഴെ പോകുമോടോ? ഖജനാവിലെ പണം പിന്നെയും തെരഞ്ഞെടുപ്പിന് വേണ്ടി മാറ്റേണ്ടി വരുമോ? തമാശയും കാര്യവും ഇടകലർത്തിയാണ് തമ്പുരാൻ തിരക്കിയത്. കോട്ടയം SP ആയിരുന്ന തമ്പുരാൻ IPS ഇടുക്കിക്ക് വന്നിട്ട് 2 ദിവസമേ ആയുള്ളൂ. കഴിഞ്ഞ 4 വർഷത്തെ ഭരണം ജനങ്ങൾ എങ്ങനെ വിലയിരുത്തി എന്നറിഞ്ഞിട്ട് ഭരിക്കുന്നതാ സാർ ഇങ്ങനെ ഭരിക്കുന്നതിനേക്കാൾ നല്ലത്, ഉസ്മാൻ പറഞ്ഞു. അത് ശരിയാ. പക്ഷേ ഇലക്ഷൻ വന്നാൽ നമ്മുടെ ഉറക്കം കൂടിയാ പോകുന്നത്, മറക്കണ്ട. പിന്നെ എന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് മാറ്റാൻ ആഭ്യന്തരമന്ത്രി നിർദ്ദേശിച്ചത് തനിക്ക് വേണ്ട സപ്പോർട്ട് തരാനാണെന്നറിയാം. താനിരിക്കേ. നന്ദി പറഞ്ഞ് ഉസ്മാൻ ഇരുന്നു. തമ്പുരാൻ IPS നീതിമാനും ധൈര്യശാലിയുമാണെന്ന് അയാൾക്കറിയാം. സത്യത്തിൻ്റെ ഭാഗം വിട്ടുള്ള യാതൊരു കളിക്കുമില്ല. തമ്പുരാൻ ഉസ്മാനെ നോക്കി. കൊല്ലത്ത് നമ്മൾ ഒന്നിച്ചിരുന്ന് തോർക്കുന്നോ താൻ? ഒരു പത്രലേഖനെ വധിക്കാൻ കൊട്ടേഷൻ സംഘത്തെ ഏർപ്പെടുത്തുകയും പണി പകുതി പളിയപ്പോൾ തെളിവ് നശിപ്പിക്കാൻ സംഘത്തലവനെ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ വധിച്ചതും ആ കാക്കിയിട്ട ക്രിമിനലിനെയും താനാ കയ്യാമം വച്ചത്. ഉസ്മാൻ പുഞ്ചിരിച്ചു. ഇവിടെ എങ്ങനെ? പരശുറാം കുടുങ്ങുമോ? ഷുവർ സാർ. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഡിപ്പാർട്ട്മെൻറ്റിലെ ഏറ്റവും വലിയ ബോൺ ക്രിമിനലാണ് അയാൾ. ജലസേചന മന്ത്രി അമ്മായിയപ്പൻ കൂടിയായുള്ളപ്പോൾ പറയുകയും വേണ്ട. ഓക്കെ, യു പ്രൊസീഡ്. തമ്പുരാൻ ഒരു കവറെടുത്ത് ഉസ്മാനെ നീട്ടി. തൻ്റെ ആഗ്രഹം പോലെ നടക്കട്ടെ കാര്യങ്ങൾ. എന്താവശ്യം വന്നാലും എന്നെ വിളിച്ചോളൂ. ഒപ്പം ഞാനുണ്ടാവും. നന്ദി സാർ. കവർ വാങ്ങി ഉസ്മാൻ എഴുന്നേറ്റു. ഞാൻ ഇറങ്ങട്ടെ? ഓക്കെ. താൻ തൊപ്പി വലിച്ചെറിയാൻ ഇനി മണിക്കൂറുകളേയുള്ളൂ, മറക്കണ്ട, അയാൾ ഓർമ്മിപ്പിച്ചു. ഇല്ല സാർ. ഉസ്മാൻ പെട്ടെന്ന് മടങ്ങി. 3 മണി. സുരേന്ദ്രനാഥിൻ്റെ വീട്. ജലസേചന മന്ത്രി ചെട്ടിക്കുളങ്ങര സദാശിവൻ തിരുവനന്തപുരത്തിന് മടങ്ങുകയാണ്. CI പരശുറാം ഒരു പെട്ടിയിലേക്ക് തിടുക്കത്തിൽ വസ്ത്രങ്ങളെടുക്കുന്നത് കണ്ടുകൊണ്ടാണ് റോസ് മുറിയിലേക്ക് വന്നത്. എങ്ങോട്ടാ? അവൾ നെറ്റി ചുളിച്ചു. ഞാനും നിൻ്റെ ഡാഡിയുടെ കൂടെ പോവുകയാണ്. ഇത്ര പെട്ടെന്നെന്താ? പിന്നെ പറയാം. അയാൾ പെട്ടിയടച്ചു. ഇറങ്ങുന്നേരം പരശുറാം സുരേന്ദ്രനാഥിനൊന്ന് നോക്കി. അയാളൊന്നും പറഞ്ഞില്ല. മകൻ്റെ രീതി ഇഷ്ടപ്പെടാത്ത ഒരു ഭാവമായിരുന്നു ആ മുഖത്ത്. മന്ത്രിക്കും വർഗീസ് പുന്നത്തറയ്ക്കുമൊപ്പം പരശുറാം സ്റ്റേറ്റ് കാറിൽ കയറി. എസ്കോട്ടായി പീരുമേട് വരെ പോകാൻ പോലീസ് ജീപ്പ് കാത്തുകിടപ്പുണ്ട്. SI രാധാചന്ദ്രനും സംഘവും. 2 വാഹനങ്ങളും സ്റ്റാർട്ടായി. മുന്നിലെത്തിയ പോലീസ് ജീപ്പ് ഗേറ്റ് കടക്കും മുമ്പ് അതിന് കുറുകെ ഒരു ഇന്നോവ വന്ന് ബ്രേക്കിട്ടു. മുറ്റത്തെ ആറ്റുചരലിൽ പോലീസ് ജീപ്പും സ്റ്റേറ്റ് കാറും ടയർ ഉരഞ്ഞു നിന്നു. ഇന്നോവയിൽ നിന്ന് DYSP ഉസ്മാൻ അൻസാരി ചാടിയിറങ്ങി. അതിൻ്റെ ബോണറ്റിനെ ഒന്ന് വലം വെച്ച് അയാൾ പോലീസ് ജീപ്പിന് മുന്നിലെത്തി. സദാശിവനും പരശുറാമും അമ്പരപ്പോടെ പരസ്പരം നോക്കി. ഇരുവരും സ്റ്റേറ്റ് കാറിൻ്റെ പിൻസീറ്റിലായിരുന്നു. മുന്നിൽ ഡ്രൈവറോടൊപ്പം ഞെരുങ്ങിയിരിക്കുകയായിരുന്നു വർഗീസ് പുന്നത്രയും ഗൺമാനും. വർഗീസ് പെട്ടെന്ന് പിന്നോട്ട് തിരിഞ്ഞു നോക്കി പറഞ്ഞു. അവൻ രണ്ടും കൽപ്പിച്ച മട്ടാണല്ലോ സാറേ. മന്ത്രിക്ക് ഒരു നിമിഷത്തേക്ക് മിണ്ടാനായില്ല. പക്ഷേ പരശുറാം ഞൊടിയിടയിൽ ഫോണെടുത്ത് ആരെയോ വിളിച്ചു. പോലീസ് ജീപ്പിന് മുന്നിലെത്തിയ ഉസ്മാൻ അൻസാരി രാധാചന്ദ്രനെ രൂക്ഷമായി ഒന്ന് നോക്കി. അയാൾ വേഗം ചാടിയിറങ്ങി സല്യൂട്ട് ചെയ്തു. രാധാചന്ദ്രനെ തീർത്തും അവഗണിച്ച് ഉസ്മാൻ സ്റ്റേറ്റ് കാറിന് നേരെ നീങ്ങി. കൂളിംഗ് ഗ്ലാസ് ഉയർത്തിയിരുന്ന അതിൻ്റെ പിൻഡോറിനരികിലേക്ക് ചെന്ന് കെയിൻ കൊണ്ട് 2 തവണ മുട്ടി. ഓടി കാറിൻ്റെ ഗ്ലാസ് മെല്ലെ താണു. മന്ത്രിയുടെ കത്തുന്ന മുഖം ഉസ്മാൻ കണ്ടു. എന്താടോ? രൂക്ഷമായ നോട്ടത്തോടെയായിരുന്നു മന്ത്രിയുടെ ചോദ്യം. നത്തിങ് സാർ. അയാൾ ഒന്ന് കണ്ണിറക്കി. പിന്നെ ഡിക്കിയെ വലം ചുറ്റി മറുപുറത്തെത്തി അവിടുത്തെ ഡോർ വലിച്ചു തുറന്നു. ഇങ്ങോട്ടിറങ്ങി വരണം പരശുറാം. എന്തിന്?
അങ്ങനെ ചോദിച്ചുകൊണ്ട് അയാൾ പാമ്പിനെ കണ്ട എലിയെപ്പോലെ അകത്തേക്ക് അല്പം കൂടി നീങ്ങിയിരുന്നു. മന്ത്രി വേഗം പുറത്തിറങ്ങി. മിസ്റ്റർ ഉസ്മാൻ അൻസാരി, കാറിന് മീതെ കൂടി നോക്കിക്കൊണ്ട് അയാൾ ശബ്ദമുയർത്തി. എൻ്റെ കാറിലിരിക്കുന്ന പരശുറാമിനെ നിങ്ങൾക്ക് പുറത്തിറക്കണമെങ്കിൽ ഞാൻ സമ്മതിക്കേണ്ടി വരും, ഏതിൻ്റെ പേരിലാണെങ്കിലും. മന്ത്രിക്ക് പിന്നാലെ പുന്നത്രയും ഇറങ്ങി. നേരത്തെ പുഞ്ചിരിയോടെ ഉസ്മാൻ പോക്കറ്റിൽ നിന്ന് ഒരു കവർ ഉയർത്തി കാണിച്ചു. കാര്യമൊക്കെ ഇതിലുണ്ട്, പക്ഷേ മന്ത്രിയെ കാണിക്കേണ്ട ആവശ്യമില്ല പറഞ്ഞുകൊണ്ട് കവർ പരശുറാമിൻ്റെ അടുത്തേക്ക് അയാൾ ഇട്ടുകൊടുത്തു. കണ്ണിൽ ഇരുട്ട് കയറിയില്ലെങ്കിൽ താൻ വായിച്ചു നോക്ക്. DGP ഒപ്പുവെച്ച് SP ഓഫീസിലേക്ക് ഫാക്സ് ചെയ്ത കത്ത. SP സാർ അത് അങ്ങ് തലപ്പത്ത് നിന്ന് തന്നെ എന്തെങ്കിലും ചെയ്തെങ്കിൽ അതിൽ കാര്യമുണ്ട് താനും. വന്ന ജോലി പൂർത്തിയാക്കാതെ ഞാനും മടങ്ങില്ല. വിറപ്പുണ്ട വിരലുകൾ കൊണ്ട് പരശുറാം ആ കവറെടുത്തു. അതിലെ പേപ്പർ വലിച്ചെടുത്ത് നിവർത്തി. അക്ഷരങ്ങളിലൂടെ കണ്ണൊന്ന് തെന്നി നീങ്ങിയതേയുള്ളൂ. പരശുറാമിന് തല കറങ്ങി. അയാളെ കുടുക്കുടെ വിയർത്തു. തന്നെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. പുറത്തെന്തോ പ്രശ്നമുണ്ടെന്ന് കണ്ട് മന്ത്രിയെ യാത്രയാക്കിയിട്ട് വീട്ടിനുള്ളിലേക്ക് കടന്ന സുരേന്ദ്രനാഥും അവിടേക്ക് വന്നു. അപ്പോൾ കുനിഞ്ഞ ശിരസോടെ പരശുറാം കാറിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു. എന്താ എന്താ ഉസ്മാൻ സാർ കാര്യം? വേവലാതിയോടെ സുരേന്ദ്രനാഥ് തിരക്കി. പരശുറാമിനെ ഞാൻ കസ്റ്റഡിയിലെടുക്കുകയാണ് സാർ, കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് ദേവനായകത്തെ കൊന്നതിൻ്റെ പേരിൽ. സുരേന്ദ്രനാഥ് അവിശ്വസനീയ ഭാവത്തിൽ മിഴിച്ചു നിന്നു. സാർ, ഇവൻ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആത്മവിശ്വാസം നല്ലതാണ് സാർ. ഉസ്മാൻ മീശയിലൊന്ന് തടവി. പക്ഷേ വിശ്വാസത്തിനും അപ്പുറത്തായിരിക്കും യാഥാർത്ഥ്യം. ഇനി പരശുറാമിനിതിൽ മനസ്സറിവില്ലെന്ന് തന്നെ ഇരിക്കട്ടെ, എന്നാലും സസ്പെൻഷൻ മാറണമെങ്കിൽ ഇയാൾ നിരപരാധിയാണെന്ന് തെളിയിക്കേണ്ടി വരും. സുരേന്ദ്രനാഥ് മൗനം പാലിച്ചു. താൻ കുടുങ്ങിക്കഴിഞ്ഞെന്ന് പരശുറാമിന് തോന്നി തുടങ്ങി. പെട്ടെന്നൊരു ജീപ്പ് വന്ന് റോഡിൽ നിന്നു. അതിൽ നിന്ന് ആദിയും ലിജോയും ഇറങ്ങി. അവിടെ നടക്കുന്നത് നോക്കി അവരും നിന്നു. തൻ്റെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്യുന്നു എന്നറിഞ്ഞപ്പോൾ റോസ് പാഞ്ഞെത്തി. അവൾ മന്ത്രിക്ക് നേരെ കയർത്തു. ഡാഡി എന്താ എങ്ങനെ നിൽക്കുന്നത്? വിളിക്ക് DGPയെ. മകളെ രൂക്ഷമായി ഒന്ന് നോക്കിയതല്ലാതെ മന്ത്രി മിണ്ടിയില്ല. ഉസ്മാൻ അൻസാരി അവൾക്ക് നേരെ തിരിഞ്ഞു പുച്ഛഭാവത്തിൽ ചിരിച്ചു. റോസ് അയാൾക്ക് നേരെയും ചൂടായി. സാർ, എൻ്റെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്താൽ അതിൻ്റെ പ്രത്യാഘാതം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അങ്ങനെ വന്നാൽ അതെൻ്റെ കർമ്മഫലമാണെന്ന് തന്നെ ഞാൻ കരുതിക്കോളാം മാഡം. ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം ഓരോരുത്തരും അനുഭവിച്ചല്ലേ പറ്റൂ. അത്തരമൊരു കർമ്മത്തിൻ്റെ ഫലമാണിപ്പോൾ മാഡത്തിൻ്റെ ഭർത്താവും അനുഭവിക്കാൻ പോകുന്നത്. ഉസ്മാൻ കൈനീട്ടി പരശുറാമിൻ്റെ കൈത്തണ്ടയിൽ പിടിമുറുക്കി. വാടോ. രണ്ടാം നിലയിലെ ജനാലയിലൂടെ ഈ രംഗം കാണുകയായിരുന്നു ജുവൽ. ക്രൂരമായ ഒരു ആനന്ദം അവൾക്കുണ്ടായി. കനകമോ രവിയോ പുറത്തേക്ക് വന്നതുകൂടിയില്ല. എന്നാൽ അവരും എല്ലാം അറിയുന്നുണ്ടായിരുന്നു. ഇതാണോ ലിജോ കടുവയെ കിടുവ പിടിക്കുന്നു എന്ന് പറയുന്നത്? ആദ്യ ചോദിക്കുന്നത് മറ്റുള്ളവർ കേട്ടു. പക്ഷേ ആരും പ്രതികരിച്ചില്ല. യാത്രക്കാരും പരിസര നിവാസികളുമടക്കം ധാരാളം ആളുകൾ അവിടെ കൂടിത്തുടങ്ങിയിരുന്നു. ഉസ്മാൻ്റെയൊപ്പം ഇന്നോവയ്ക്കരികിലേക്ക് നടക്കുന്നതിനിടയിൽ പരശുറാം മന്ത്രിയെയും വർഗീസ് പുന്നത്രയെയും ഒന്ന് നോക്കി, പിന്നെ ജനങ്ങളെയും. ആളുകളുടെ മുഖത്ത് പുച്ഛവും പരിഹാസവും അമ്പരപ്പും. താൻ കടുകുമണിയോളം ചെറുതാകുന്നതായി അയാൾക്ക് തോന്നി. ഇവരുടെയൊക്കെ മുന്നിലൂടെ അഹംഭാവത്തോടെ കാക്കിയുടെ പിൻബലത്തിൽ വിരാജിച്ചിരുന്നതാണ് ഇപ്പോൾ അറസ്റ്റ് വെച്ച് പരാജിതനെ പോലെ. കൈകളിൽ വിലങ്ങില്ല എന്നേയുള്ളൂ. അവർ ഇന്നോവയുടെ തൊട്ടടുത്തെത്തി. അബു സലിമും ബ്രിട്ടാസും ചന്ദ്രശേഖരനും പുറത്തിറങ്ങി നിൽക്കുകയാണ്. ലെനിൻ ആലക്കോടനായിരുന്നു ഡ്രൈവിംഗ് സീറ്റിൽ. ബ്രിട്ടാസ് കാറിൻ്റെ ഡോർ തുറന്നു കൊടുത്തു. അങ്ങോട്ട് കയറടോ, ഉസ്മാൻ നിർദ്ദേശിച്ചു. പരശുറാം ഒരു മാത്ര കണ്ണടച്ചു നിന്നു. പിന്നെ ആരെയോ പ്രതീക്ഷിക്കുന്നത് പോലെ റോഡിൻ്റെ അങ്ങേ തലക്കിലേക്ക് നോക്കി. തുടർന്ന് കാറിലേക്ക് തലകുനിച്ച് കയറാൻ ഭാവിച്ചതും തെക്കു നിന്നൊരു ജീപ്പ് പാഞ്ഞെത്തി. അതിൻ്റെ ടയറുകൾ തറയിലുരഞ്ഞു ബ്രേക്കിട്ടു. എല്ലാവരും തിരിഞ്ഞു നോക്കി. ജീപ്പിൽ നിന്ന് തങ്കമല സഹദേവൻ ചാടിയിറങ്ങി. ആദിയുടെ മുഖത്ത് സംശയത്തിൻ്റെ ചുരുളക്കമുണ്ടായി. സഹദേവൻ DYSPക്ക് മുന്നിലെത്തി. എന്തിനാണ് സാർ ഈ അറസ്റ്റ്? ഉസ്മാൻ അയാൾ അടിമുടി ഒന്ന് നോക്കി. താനാരാ? സഹദേവൻ തങ്കമല. അയാൾ പരുങ്ങി. അതിന് ഞാനെന്ത് വേണം? ഇയാളെ ഞാൻ അറസ്റ്റ് ചെയ്തെന്ന് തന്നോടാരാ പറഞ്ഞത്? അബദ്ധം പിണഞ്ഞതുപോലെയായി സഹദേവൻ. അയാൾ പെട്ടെന്ന് പറഞ്ഞൊപ്പിച്ചു. അല്ല സാർ, ദേവനായകൻ സാറിൻ്റെ മരണത്തെപ്പറ്റിയും മറ്റ് ഊഹാപോഹങ്ങളെപ്പറ്റിയുമൊക്കെ TV-യിൽ കണ്ടായിരുന്നു. അതിൻ്റെ പേരിലാണ് ഈ സാറിനെ അറസ്റ്റ് ചെയ്യുന്നതെങ്കിൽ? അയാൾ ഇടം കണ്ണിട്ട് പരശുറാമിനെ നോക്കി. എങ്കിൽ? ഉസ്മാൻ അയാളിൽ നിന്ന് ദൃഷ്ടി മാറ്റിയില്ല. അത് ചെയ്തത് ഞാനാണ് സാർ. സകലരിലും ഞെട്ടൽ. പരശുറാമിൻ്റെ മുഖത്ത് മാത്രം ഒരു ഗൂഢമന്ദഹാസം. എന്നാൽ ഉസ്മാൻ്റെ പ്രതികരണം അയാളെ നിശബ്ദനാക്കി. തനിക്കിപ്പോൾ ഇങ്ങനെയൊരു കുറ്റസമ്മതം നടത്താൻ തോന്നിയതിൻ്റെ കാരണം? അത് പിന്നെ സത്യസന്ധനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റിലാകുന്നതെന്നറിഞ്ഞപ്പോൾ ഉസ്മാൻ തലകുടഞ്ഞു. ഇയാളെ അറസ്റ്റ് ചെയ്യുന്ന കാര്യം ആര് പറഞ്ഞെന്നാ എൻ്റെ ചോദ്യം? TV-യിൽ കണ്ടതും ഊഹിച്ചതുമൊന്നും പറയണ്ട. സഹദേവൻ വീണ്ടും പതറി. നാവിൽ മറുപടി വരുന്നില്ല. സഹദേവൻ്റെ വെളുത്ത ഷർട്ടിൻ്റെ പോക്കറ്റിൽ സെൽഫോൺ കിടക്കുന്നത് ഉസ്മാൻ അൻസാരി കണ്ടു. മിന്നൽ വേഗത്തിൽ അയാൾ കൈനീട്ടി അതെടുത്തു. സഹദേവൻ വല്ലാതൊന്ന് ഞെട്ടി.
ഉസ്മാൻ ഫോണിൻ്റെ കാൾ രജിസ്റ്റർ പരിശോധിച്ചു. ഇൻകമിംഗ് കാളുകളിൽ ഏറ്റവും അവസാനത്തത് CA പരശുറാമിൻ്റേത്. കൃത്യം 5 മിനിറ്റ് മുമ്പ് നടന്ന കാൾ. ഓഹോ, പരശുറാം തന്നെയാണ് ഇയാളെ വിളിച്ച് വിവരം പറഞ്ഞത് അല്ലേ? ഉസ്മാൻ്റെ വാക്കുകളിൽ പരിഹാസം. ഞാൻ അതിനല്ല ഇയാളെ വിളിച്ചത്, പെട്ടെന്ന് പരശുറാം പറഞ്ഞു. പിന്നെന്താ, തൻ്റെ ഭാര്യയ്ക്ക് അത്താഴം കൊണ്ടുവന്ന് കൊടുക്കണമെന്ന് പറയാനാണോ? വീൺവെള്ളം തെറിച്ച് മുഖത്ത് വീണതുപോലെ ഒരു ഭാവം പരശുറാമിനുണ്ടായി. റോസാണെങ്കിൽ അത് കേട്ടപ്പോൾ അടിമുടി വിറഞ്ഞു തുള്ളി. ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് അവൾ വെറുപ്പോടെ സദാശിവനെ നോക്കി. ഡാഡിയുടെ മുന്നിൽ വെച്ച് ഈ ധിക്കാരിയുടെ സംസാരം കേട്ടില്ലേ? മിസ്റ്റർ DYSP, സ്റ്റോപ്പ് യുവർ ടോക്ക്. മന്ത്രി പല്ലു ഞെരിച്ചു. എങ്കിൽ സാർ പറയണം, മരുമകൻ ഈ നേരത്ത് സഹദേവനെ വിളിച്ചതെന്തിനാ? മന്ത്രി അസ്വസ്ഥനായി കൈകൾ കൂട്ടി തിരുമിയതേയുള്ളൂ. ഉസ്മാൻ പുഞ്ചിരിച്ചു. സഹദേവ, ഏതായാലും തക്ക സമയത്ത് താൻ വന്നത് നന്നായി. ഒരാൾക്ക് മാത്രമായി ആ കൃത്യം ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്കറിയാമായിരുന്നു. മാത്രമല്ല, ദൃക്സാക്ഷി മൊഴിയിലും ഒന്നിലധികം ആൾക്കാരാണെന്ന് ദേവനായകത്തെ കെട്ടിത്തൂക്കിയതെന്ന് പറയുന്നുണ്ട്. താനും വണ്ടിയിലോട്ട് കയറിക്കോ. കൊന്നത് താനാണെങ്കിൽ അങ്ങനെ, അല്ല കെട്ടിത്തൂക്കിയതുള്ളെങ്കിൽ അങ്ങനെ. സഹദേവ മാത്രമല്ല, പരശുറാമും പകച്ചുപോയി. ഉസ്മാൻ അബു സലീമിനെ നോക്കി ഒരാംഗ്യം കാണിച്ചു. ആ നിമിഷം സഹദേവൻ്റെ കോളറിൽ പിടി വീണു. ഒപ്പം പിടലിക്കൊരു ഇടിയും. അപ്രതീക്ഷിതമായി ഈ സംഭവത്തിന് സാക്ഷ്യം വഹിക്കാൻ പറ്റിയതിൻ്റെ ചാരിതാർത്ഥ്യത്തോടെ ആദിയും ലിജോയും നിന്നു. എല്ലാവർക്കും മുമ്പിൽ അവഹേളിതനായതിൻ്റെ ജാള്യം മന്ത്രി സദാശിവൻ്റെ മുഖത്ത് പ്രതിഫലിച്ചു. മുല്ലപ്പെരിയാർ സമരസമിതിയുടെ വണ്ടിപ്പെരിയാർ ഓഫീസിലേക്ക് ആദിയും ലിജോയും ചെല്ലുമ്പോൾ അവിടെ ചൂടുപിടിച്ച ചർച്ച നടക്കുകയാണ്. പരശുറാമിൻ്റെയും സഹദേവൻ്റെയും അറസ്റ്റിലായിരുന്നു വിഷയം. എന്നാലും കൂടെ നിന്നിട്ട് സഹദേവൻ അഴുത പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺ കുരിശിങ്കലിന് അതങ്ങോട്ട് ദഹിക്കുന്നില്ല. നമ്മുടെ കൂടെ നിന്നിട്ടുള്ളവരിൽ എത്ര പേർ മറുപക്ഷത്തായിരുന്നെന്ന് ആർക്കറിയാം സാർ? ഗാന്ധിയും കുമാരേട്ടനെ ഇപ്പോഴെങ്ങോട്ട് കാണാനേ ഇല്ലല്ലോ. ജലസേചന മന്ത്രിയുടെ അച്ഛനാണെന്ന് മറ്റുള്ളവർ തിരിച്ചറിഞ്ഞപ്പോൾ അയാളും കാലുമാറിയില്ലേ? ചോദിച്ചത് ലിജോയാണ്. ജോൺ കുരിശിങ്കൽ തലയാട്ടി. അതൊക്കെ പോലീസ് നോക്കേണ്ട കാര്യമല്ലേ സാർ? അത് വിട്ടിട്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ആദ്യം ഒരു കസാര വലിച്ചിട്ടിരുന്നു. യോഗം തുടങ്ങി. ജോൺ കുരിശിങ്കൽ ആദ്യം സംസാരിച്ചു. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കാര്യത്തിൽ വന്ന വിധി നമുക്കറിയാമല്ലോ. അതനുസരിച്ച് ഡാമിൻ്റെ അറ്റകുറ്റപ്പണികൾ നാളെ തന്നെ തമിഴ്നാട് ആരംഭിക്കും. നിരീക്ഷകരുണ്ടെന്നൊക്കെ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അവരെ നോക്കുകുത്തികളായി നിർത്തുകയുള്ളൂ. ജോൺ എല്ലാവരെയും ശ്രദ്ധിച്ചു. പെരിയാർ ഒരു അന്തർസംസ്ഥാന നദിയാണെന്ന് കോടതിയുടെ കണ്ടെത്തൽ. അതല്ലെന്ന് തെളിയിക്കാൻ കേരളം ശക്തമായി നീങ്ങിയേ പറ്റൂ. പക്ഷേ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ദേശീയ പരാജയം ഏറ്റുവാങ്ങിയിരുന്നവർക്ക് ഇനി പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലെ തിടുക്കമുണ്ടാവും. പക്ഷേ തമിഴ്നാട്ടിൽ സുശക്തമായ ഭരണമാണ്. ഈ അവസരത്തിൽ കേരളത്തിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾക്ക് അനുകൂലമായ ഒരു നീക്കം പ്രതീക്ഷിക്കേണ്ട സുഹൃത്തുക്കളെ. വിധിയുടെ പശ്ചാത്തലത്തിൽ നാളെ ഹർത്താൽ നടത്തുന്നതിനെക്കുറിച്ച് ആരാഞ്ഞപ്പോൾ ഇടുക്കി ഒഴികെയുള്ള ജില്ലകളിൽ ഒരു രാഷ്ട്രീയക്കാരും നമ്മെ പിന്തുണയ്ക്കുന്നുമില്ല. ഈ അവസരത്തിൽ നമ്മൾ എന്തു ചെയ്യണമെന്നാണ് ഇപ്പോൾ ചിന്തിക്കേണ്ടത്. ജോൺ മറ്റുള്ളവരുടെ മറുപടിക്കായി കസേരയിലിരുന്നു. അംഗങ്ങൾ ചർച്ച തുടങ്ങി. പക്ഷേ ആർക്കും കൃത്യമായ ഒരു മറുപടി കണ്ടെത്താൻ കഴിയുന്നില്ല. അവസാനം ആദി എഴുന്നേറ്റു. സുഹൃത്തുക്കളെ, ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. മുഖവുരയോടെയായിരുന്നു ആദിയുടെ തുടക്കം. ഡാം പൊട്ടിയാൽ തകരുന്നത് നമ്മുടെ മാത്രം ജീവനും സ്വത്തും സ്വപ്നങ്ങളുമല്ല. ആ തിരിച്ചറിവ് പലർക്കും ഇല്ലാതായിരിക്കുന്നു. വോട്ടിനു വേണ്ടി മാത്രം പക്ഷം പിടിക്കുന്ന രാഷ്ട്രീയക്കാരെയോ സമരം ചെയ്യുന്ന പ്രവർത്തകരുടെയോ അല്ല നമുക്കാവശ്യം. ന്യായമായ ആവശ്യം മാത്രമേ നമ്മൾ ഉന്നയിച്ചിട്ടുള്ളൂ. ഡാം തകർന്ന് നമ്മൾ മരിക്കാൻ പാടില്ല. അതിന് പുതിയ ഡാം വേണം. നിരീക്ഷകർക്കൊന്നും പ്രകൃതിയുടെ മനമാറ്റത്തെ നിർണ്ണയിക്കാൻ ഒരിക്കലും ആവില്ല. കാറ്റും മഴയും വരുന്നത് മുൻകൂട്ടി അറിയാൻ കഴിയും. അഗ്നിപർവ്വതം പൊട്ടുന്നതും ഗ്രഹണം നടക്കുന്നതും അറിയാൻ കഴിയും. എന്നാൽ ഇന്ന സമയത്ത് ഭൂചലനം ഉണ്ടാകുമെന്ന് പറയാനാവുമോ? ദുർബല പ്രദേശങ്ങളിൽ ഉണ്ടായേക്കാം എന്നൊക്കെ പറയാമെന്നല്ലാതെ കൃത്യമായ ഒരു ഉത്തരം ആരുടെ കയ്യിലുണ്ട്? എല്ലാവരും ശ്രദ്ധയോടെ കേട്ടിരുന്നു. ആദി തുടർന്നു. റിക്ടർ സ്കെയിലിൽ 8ഓ അതിലധികമോ രേഖപ്പെടുത്തുന്ന ഭൂചലനമുണ്ടായാൽ ഡാം പൊട്ടിയെന്നിരിക്കും. പഴയ കാലത്തെ നിർമ്മിതിയായതുകൊണ്ട് ലഭിച്ച തുകയുടെ ശതമാനങ്ങൾ ആരുടെയും പോക്കറ്റിലേക്ക് ഒഴുകിയിട്ടില്ലെന്ന് വിശ്വസിക്കാം. അതുകൊണ്ട് അത് ബലവത്തായി പണിതാണെന്ന് ഉറപ്പിക്കാം. പക്ഷേ മണ്ണിനും മരങ്ങൾക്കും മനുഷ്യനും എന്തു വേണ്ട, സകലതിനും ഒരായുസ്സുണ്ട്. സമയം കഴിയുമ്പോൾ അതിന് പരിണാമങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഇടുക്കിക്കാർ ഹർത്താൽ നടത്തണം. പ്രയോജനമൊന്നും ഉണ്ടായില്ലെങ്കിൽ കൂടി നാം അത് ചെയ്തിരിക്കണം. നമ്മുടെ പ്രതിഷേധം പൊതുസമൂഹത്തെ അറിയിക്കുകയാണ് അതിലൂടെ നാം ചെയ്യുന്നത്. പിന്നെ നമ്മുടെ സമരം, അത് നിർത്താൻ പാടില്ല. പക്ഷേ നിരാഹാരം കിടന്നിട്ട് ഇനി കാര്യമില്ല. കുറച്ചുനാൾ കഴിയുന്നതോടെ എങ്ങനെയെങ്കിലും ഭരിക്കാനുള്ള തത്രപ്പാടിലേക്ക് രാഷ്ട്രീയക്കാർ ശ്രദ്ധ തിരിക്കും. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുക. നമ്മുടെ മണ്ണ് നാം തന്നെ സംരക്ഷിച്ചില്ലെങ്കിൽ ഇവിടെയും ഒരു കേദാർനാഥ് ആവർത്തിച്ചേക്കാം. ആദി ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് പറഞ്ഞു നിർത്തി. അവൻ്റെ അഭിപ്രായത്തോട് ഭൂരിപക്ഷം പേർക്കും യോജിപ്പായിരുന്നു.
തുടർന്നുള്ള ചർച്ച അതേക്കുറിച്ചായി. അവസാനം ഒരു തീരുമാനത്തിലെത്തി. അടുത്ത ദിവസം ഹർത്താൽ. പിന്നെ ക്വാറി പ്രവർത്തനങ്ങൾ, മണ്ണെടുപ്പ്, പരിസ്ഥിതി വിപരീത നിർമ്മാണങ്ങൾ ഇവയൊക്കെ തടയുക. പൊള്ളയായ വാഗ്ദാനങ്ങളുമായി ഇടുക്കിയുടെ മണ്ണിലേക്ക് ആരെങ്കിലും വന്നാൽ അവരെ തുരത്തി ഓടിക്കുക. യോഗം കഴിഞ്ഞപ്പോൾ 5:30 ആദിയുടെ ഫോണിൽ ജുവലിൻ്റെ കാൾ വന്നു. എന്താടി? അവൻ തിരക്കി. എനിക്കൊന്ന് കാണണമെന്ന് എത്ര ദിവസമായി പറയുന്നു. വാക്കുകളിൽ പരിഭവം, ശബ്ദത്തിൽ പതർച്ച. എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റത്തില്ലല്ലോ. വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയല്ലേ നിന്റെ ചേട്ടൻ? ചോദിച്ചുകൊണ്ട് അവൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി. ഇവിടെ വച്ചല്ലല്ലോ നമ്മൾ കണ്ടുമുട്ടിയിരുന്നത്. ആ വാചകത്തിൻ്റെ അർത്ഥം ആദിക്ക് മനസ്സിലായി. ശരി, പിണങ്ങലേടി പെണ്ണേ. അവൻ ശബ്ദം താഴ്ത്തി. നാളെ നമുക്ക് നേരിൽ കാണാം, പഴയ സ്ഥലത്ത്. പോരെ? മതി. അവൾക്ക് സന്തോഷമായി. കുമളിക്ക് മടങ്ങുമ്പോൾ ആദി ലിജോയോട് സാജനോട് പറഞ്ഞു. ഇന്ന് ഞാൻ മദ്യപിക്കുന്നില്ല. കാക്ക മലർന്നു പറക്കുമല്ലോ. സാജൻ ചിരിച്ചു. അതല്ലടാ, നമ്മളിന്ന് കട്ടപ്പന ഐശ്വര്യ തിയേറ്ററിൽ സെക്കൻഡ് ഷോയ്ക്ക് പോകും. അതിനുശേഷം നേരെ കാഞ്ചിയാറിന്. അവൻ മീശയൊന്ന് പിരിച്ചു. ഡ്രൈവർ മുരുകൻ? ലിജോ അവനെ നോക്കി. അതേടാ. അവൻ്റെ നാവിൻ തുമ്പത്തിൽ ഒഴിഞ്ഞു കിടക്കുന്ന സത്യങ്ങൾ പുറത്തു വന്നാൽ നമ്മുടെ പ്രശ്നങ്ങൾ പകുതി തീരും. എന്നെ കൊല്ലാൻ ആളിനെ വിട്ടവർ തന്നെയാണ് ജയന്തൻ്റെ മരണത്തിന് പിന്നിലും. ആ ചങ്ങലയുടെ ഇങ്ങേയറ്റത്തെ കണ്ണി മാത്രമാ ദേവനായകം. മുരുകൻ സത്യം പറഞ്ഞാൽ ആ വിവരം നമുക്ക് ഉസ്മാൻ സാറിന് കൈമാറാം. അതോടെ ജയന്തൻ കേസ് മാത്രമല്ല, മുല്ലപ്പെരിയാർ ഡാമിന് എതിരെ നിൽക്കുന്നത് ആരൊക്കെയാണെന്നും തെളിയും. അല്ലാതെ എപ്പോഴും ഇങ്ങനെ എലിയും പൂച്ചയും കളിച്ചിട്ട് കാര്യമില്ല. രാത്രി 12 മണി. സെക്കൻഡ് ഷോ കണ്ടിട്ട് അവർ ഇറങ്ങി. തിയേറ്ററിൽ നല്ല തിരക്കായിരുന്നു. ഒരു തട്ടുകടയിൽ നിന്ന് ദോശ കഴിച്ചിട്ടാണ് അവർ കാഞ്ചിയാറിന് പോയത്. ടൗൺ ഉറങ്ങിയിരുന്നു. നേരെ അഞ്ചുരുളിക്ക്. വിജനമായ റോഡ്. ഇരുവശത്തെയും കുരുമുളക് വള്ളികൾ കയറിയ മരങ്ങൾ കൂറ്റൻ ഇലത്തൂണുകൾ പോലെ തോന്നിച്ചു. ടോമി സക്രിയാസിൻ്റെ തോട്ടത്തോടടുത്ത് അവർ പാറ പൊട്ടിച്ചു മാറ്റിയ ഒരു ഭാഗത്തേക്ക് മാറ്റി അവർ ജീപ്പ് നിർത്തി. മരിക്കുന്നവൻ്റെ അവസാന നോട്ടം കഴിഞ്ഞതുപോലെ ഹെഡ്ലൈറ്റുകൾ അണഞ്ഞു. മുന്നിൽ ഏലത്തോട്ടമാണ്. അവരിറങ്ങി ഏലച്ചെടികളെ വകഞ്ഞു മാറ്റി അതിനുള്ളിലേക്ക് കയറി. ഒരാൾ ഉയരമുള്ള ചെടികൾ. അകലെ ഇരുൾക്കൂട പോലെ ടോമി സക്രിയാസിൻ്റെ വളപ്പുര കണ്ടു. പെട്ടെന്ന് അവർക്ക് മുന്നിൽ ഏകദേശം 20 മീറ്റർ അകലെയായി ഏലച്ചെടികൾ ഉലഞ്ഞു. കാട്ടാന പാഞ്ഞു വരുന്നത് പോലെ അവർ കിടുങ്ങിപ്പോയി.